ഏവർക്കും പുതുവത്സരാശംസകൾ. ഈ പുതുവത്സരത്തിൽ നിങ്ങളൊരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം വളരെയേറെയാണ്. അതിന് നിങ്ങളെ സഹായിക്കാനായി വേദിക് IAS അക്കാഡമി എന്നും ഒപ്പമുണ്ട്. സ്വാഗതം വേദിക് വാർത്താവാരത്തിലേക്ക്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ എന്താ നമുക്ക് നോക്കാം. Accelerated movement, logistics sector high on delivery, low on cost. All eyes on PSLV C60 mission as ISRO looks to end 2024 on a high. The nature of dissent in the Indian judiciary. Tiger released back into Odisha Simlipal Reserve. ഈ 4 വാർത്തകൾ തന്നെ പല വിഷയങ്ങളിൽ നിന്ന് എടുത്തതാണ്. ആദ്യത്തേത് ഇക്കണോമിക്സ്, രണ്ടാമത്തേത് സയൻസ് ആൻഡ് ടെക്നോളജി, മൂന്നാമത്തേത് പൊളിറ്റി ആൻഡ് ഗവർണൻസ്, നാലാമത്തേത് എക്കോളജി. ഈ വിഷയങ്ങളിൽ നിന്ന് നമുക്ക് എടുത്ത ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം. ആദ്യത്തേത് ആക്സിലറേറ്റഡ് മൂവ്മെൻറ്റ്, ലോജിസ്റ്റിക്സ് സെക്ടർ ഹൈ ഓൺ ഡെലിവറി ഓൺ കോസ്റ്റ്. ഇത് ഒരു എക്കണോമിക്സ് പെർസ്പെക്റ്റീവിൽ വരുന്ന ഒരു വാർത്തയാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഫോർ എക്സാമ്പിൾ സിവിൽ സർവീസ്, SSC, റെയിൽവേ, അത് നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ് ലോജിസ്റ്റിക്സ് സെക്ടർ. ലോജിസ്റ്റിക്സ് സെക്ടർ എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിൻ്റെ ഉൽപ്പാദന സ്ഥലത്ത് നിന്നും ഉപഭോക്താവിൻ്റെ പ്രാപ്തി സ്ഥലത്തേക്ക് എത്തുന്നത് സ്ഥലം, സംഭരണം, വിതരണം, ഗതാഗതം തുടങ്ങിയ പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ ക്രമീകരിച്ച് നടത്തുക. അതാണ് ലോജിസ്റ്റിക്സ് സെക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യസ് ലോജിസ്റ്റിക്സ് സെക്ടർ കോൺട്രിബ്യൂട്ടിംഗ് 14% to GDP. This is really important. എത്രയാണ്? 14% to GDP is pivotal to the $5 trillion economy target. Initiatives like the National Logistic Policy and PM Gati Shakti aim to reduce cost, enhance efficiency and improve connectivity. നാഷണൽ ലോജിസ്റ്റിക് പോളിസി, പ്രധാനമന്ത്രി ഗതിശക്തി എന്ന് പറയുന്ന 2 സ്കീംസ് ഉണ്ട്. അത് നമ്മൾ ഈ ലോജിസ്റ്റിക് സെക്ടറുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ആ സ്കീംസിന് ഉദ്ദേശിക്കുന്നത്? അവർ ഈ കോസ്റ്റ് എല്ലാം റെഡ്യൂസ് ചെയ്യാനും എഫിഷ്യൻസി, കാര്യക്ഷമത കൂട്ടാനും കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനും കുറച്ചും കൂടി മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതായിരുന്നു റീസെൻ്റ് ആയിട്ട് ലോജിസ്റ്റിക് സെക്ടറിൻ്റെ വന്ന് നമുക്ക് വാർത്ത. അവരെന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവന്ന് നമുക്ക് നോക്കാം. ലോജിസ്റ്റിക് കോസ്റ്റ് റിഡക്ഷൻ ഡിക്ലൈൻഡ് ബൈ എത്രയാണ്? 0.82, 0.8 മുതൽ 0.9% വരെ എന്ത് ചെയ്ത് കുറച്ചിട്ടുണ്ട്. കാരണം GDP പെർസ്പെക്റ്റീവിലാണ് നോക്കുന്നത്. അപ്പം നമ്മൾ GDP എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് സെക്ടർ കോൺട്രിബ്യൂഷന് ലോജിസ്റ്റിക് എത്ര വരുന്നുണ്ട്? 14% ഇന്ത്യസ് GDP വരുന്നുണ്ട്. അപ്പോൾ ഈ ശതമാനങ്ങൾ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അത് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടെന്നാൽ കാരണം നമുക്ക് പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഈ ശതമാനങ്ങൾ, അതായത് പെർസെൻറ്റേജ്, ഡേറ്റ് ഇതൊക്കെ മാറ്റി ചോദിക്കുമ്പോൾ കൃത്യമായി നമുക്ക് ആൻസർ എഴുതാൻ കഴിയുന്നതാണ്. ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എഫിഷ്യൻസി. ആവറേജ് ട്രക്ക് ട്രാവൽ ഡിസ്റ്റൻസ് ഇൻക്രീസ്ഡ് ഫ്രം 225 കിലോമീറ്റർ ടു 325. സാധാരണ ഉണ്ടായിരുന്നത് 225 കിലോമീറ്റർ ഒരു ട്രാവൽ ഡിസ്റ്റൻസ് ആയിരുന്നു. അതിനെ 325 കിലോമീറ്റർ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ റെയിൽവേയും റോഡ് ഷെയറും വരുന്നത്, റെയിൽവേ 31%, വാട്ടർവേ 3%, എയർ 1%, 1%, റോഡ് 66%. ഏറ്റവും കൂടുതൽ ട്രാവലിംഗ് വരുന്നത് 66% റോഡിൽ വരുന്നുണ്ട്. റോഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ. കാരണം ഒരു ചരക്ക് ഒരു സ്ഥലത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഉൽപ്പാദനം നടത്തി അത് കൺസ്യൂമറിൻ്റെ കയ്യിലേക്ക് എത്തുന്നത് ഏറ്റവും കൂടുതൽ മാർഗം റോഡ് വഴിയായിരിക്കും. അപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ കോൺട്രിബ്യൂട്ട് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ലോജിസ്റ്റിക്സ് സെക്ടറിൽ ഏത് ട്രാൻസ്പോർട്ടേഷനാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? നമുക്ക് റോഡ് എന്ന് പറയാൻ പറ്റും. കാരണം 66% വരുന്നുണ്ടെന്ന് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. അതേപോലെ റെയിലും 31% ഷെയർ വരുന്നുണ്ട്. വാട്ടർവേയും എയറും. പണ്ടത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് കയറ്റുമതി നടന്നുകൊണ്ടിരുന്നത് വാട്ടർ വേസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ടും റോഡ് വേസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും ഏത് ട്രാൻസ്പോർട്ടേഷൻ ആണ് കൂടുതൽ എഫിഷ്യൻ്റ് എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ റോഡ് എന്നുള്ളത് നമുക്ക് എഴുതാവുന്നതാണ്. അത് വരുന്നത് തന്നെ എങ്ങനെയാണ്? ഈ ഒരു പ്രത്യേക വാർത്തയിൽ നിന്നായിരിക്കും. ഓക്കെ. പിന്നെ ഞാൻ ഇവിടെ 2024 റീസെൻറ്റ് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ലോജിസ്റ്റിക്സ് സെക്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് PM ഗതിശക്തി, ULIP, NLP മറൈൻ പോളിസി.
ഇത് റീസെൻ്റ് ആയിട്ട് ഈ ലോജിസ്റ്റിക് സെക്ടറുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് നമ്മളിത് പഠിച്ചിരിക്കേണ്ടതാണ്. സോ അടുത്ത ന്യൂസ് നമുക്ക് നോക്കാം. ഓൾ ഐസ് ഓൺ PSLV C60 മിഷൻ as ISRO ലുക്സ് ടു എൻഡ് 2024 ഓൺ എ ഹൈ. ഈ സയൻസ് ആൻഡ് ടെക്നോളജിന്ന് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത് വരുന്നത് കൂടുതലും കറണ്ട് അഫെയർസ് നിന്ന് മാത്രമായിരിക്കും. അപ്പോൾ കറണ്ട് അഫെയർസ് സയൻസ് ടെക്നോളജി പഠിക്കുമ്പോൾ കൃത്യമായിട്ട് അത് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ എയിം എന്താണ്, പ്രത്യേകിച്ച് ഈ PSLV പോലുള്ള എന്തെങ്കിലും ഒരു മിഷൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ എയിം എന്താണ്, അത് എന്തുകൊണ്ട്, അത് ആരാണ് മേക്ക് ചെയ്തത്, എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കൃത്യമായി പഠിക്കുന്നത് നല്ലതായിരിക്കും. ഹിയർ നമ്മൾ പഠിക്കുന്നത് സ്പേസ് ഡെക്സ് മിഷനാണ്. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വേണ്ടി PSLV C60 ആണ് അതിൻ്റെ കോർ അലോൺ കോൺഫിഗറേഷൻ. അതിൻ്റെ 2 എയിം ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രൈമറി എയിം ഡെമോൺസ്ട്രേറ്റ് റെൻഡിവിസ് ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ് ഓഫ് 2 സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും. സെക്കൻഡറി എയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ട്രാൻസ്ഫർ ഇലക്ട്രിക് പവറിൻ്റെ ട്രാൻസ്ഫർ. അത് ഈ ഒരു സെക്കൻഡറി എയിമാണ് ശരിക്കും ഈ സ്പേസ് ഡെക്സ് മിഷൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് കോമ്പോസിറ്റ് സ്പേസ് ക്രാഫ്റ്റ് കൺട്രോൾ ആൻഡ് പോസ്റ്റ് ഡോക്കിംഗ് പേലോഡ് ഓപ്പറേഷൻസ്. ഈ 2 കാര്യങ്ങളും, ഈ സെക്കൻഡറി എയിം ആൻഡ് ദ കോമ്പോസിറ്റ് സ്പേസ് കൺട്രോൾ, ഈ 2 കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ലോഞ്ച് ഓഫ് 2 വെഹിക്കിൾസ് SDX-01 ആൻഡ് SDX-02. അതിൻ്റെ വെയിറ്റ് എന്താണെന്നുള്ളതും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം വെയിറ്റ് വെച്ചിട്ടൊക്കെ, കാരണം ഇപ്പോൾ ഇതിൽ പറഞ്ഞിരുന്നത് 220 കിലോഗ്രാമാണ് ഓരോന്നിൻ്റെയും ഭാരം. ആ കൃത്യമായ ഭാരത്തിൻ്റെ അളവ് അറിഞ്ഞിരിക്കണം. പലതവണ പല ചോദ്യങ്ങൾ, പല കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ചോദ്യങ്ങൾ കാണാറുണ്ട്. അതേപോലെ പ്രോഗ്രസീവ് ഡോക്കിംഗ് പ്രോസസ്സ് ഫ്രം എ 20 കിലോമീറ്റർ ടു എ 3 മീറ്റർ ഡോക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. ഇതൊരു പ്രോഗ്രസീവ് ഡോക്കിംഗ് പ്രോസസ്സും ഫീച്ചേഴ്സാണ്, അതും അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഒത്തിരി ഫീച്ചേഴ്സ് കൊടുത്തിട്ട് ഇതിൽ ഏതൊക്കെയാണ് സ്പേസ് ഡെക്സിൻ്റെ മിഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് അറിയണമെങ്കിൽ ഫീച്ചേഴ്സ് കൃത്യമായി അറിയേണ്ടതാണ്. അതേപോലെ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഇലക്ട്രിക് പവർ ട്രാൻസ്ഫർ ബിറ്റ്വീൻ 2 സ്പേസ് ക്രാഫ്റ്റ് പോസ്റ്റ് ഡോക്കിംഗ്. ഇത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സെക്കൻഡറി എയിമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ എയിം ഇതിൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമുക്കിനി അടുത്ത ന്യൂസിലേക്ക് നോക്കാം. ദി നേച്ചർ ഓഫ് ഡിസെൻറ്റ് ഇൻ ദി ഇന്ത്യൻ ജുഡീഷ്യറി. ഇത് ഒരു പൊളിറ്റി അല്ലെങ്കിൽ ഗവർണൻസ് പെർസ്പെക്റ്റീവിൽ വരുന്ന ഒരു വാർത്തയാണ്. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറയാം. നമുക്ക് കോണ്ടെക്സ്റ്റ് ഒന്ന് നോക്കാം. US Supreme Court dissents often reflect political inclination of judges who are presidential appointees. Indian judges are appointed through a collegiate system, ensuring decisions are less politically motivated. ഈ ഡിസെൻറ്റ് എന്ന് പറയുന്നത് ലൈക്ക് ഇൻ ജുഡീഷ്യറി പറയുകയാണെങ്കിൽ ഇപ്പോൾ മെജോറിറ്റി ഓഫ് ദി ജഡ്ജസ് അല്ലെങ്കിൽ മെജോറിറ്റി ഒപ്പീനിയൻ കാണും, ഭൂരിപക്ഷ ഒപ്പീനിയൻ ഉണ്ടാവും. ആ ഭൂരിപക്ഷ ഒപ്പീനിയനെ മാറ്റിക്കൊണ്ട് ജുഡീഷ്യറി ഒരു ഡിസിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒപ്പീനിയനൊപ്പം നിൽക്കാണ്ട് അവരുടേതായ ഒരു ജഡ്ജസ് മാറ്റി ഡിസിഷൻ എടുക്കുന്ന ഒരു ഇത് നമ്മൾ ഡിസെൻറ്റ് എന്ന് പറയുന്നത്. ഡിസെൻറ്റിനെ ഞാൻ 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ 3 ഡിസെൻറ്റും പരീക്ഷാ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊളിറ്റിക്കൽ ഡിസെൻറ്റ് ADM ജബൽപൂർ, Justice HR Khanna dissented asserting that Article 21 could not be suspended during an emergency despite political pressure. Article 21 എന്ന് പറയുന്നത് പൊളിറ്റിയിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വരുന്ന റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി ആണ്. കാരണം ഇത് പറയാനുള്ള റീസൺ, പൊളിറ്റിക്കൽ ഡിസെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോളിസീസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വരുന്ന ഒരു ഡിസഗ്രിമെൻ്റ് ആണ് ഡിസെൻറ്റ് എന്ന് പറയുന്നത് തന്നെ. ഒരു ഡിസഗ്രിമെൻ്റ് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ എമർജൻസി സമയത്ത് ആർട്ടിക്കിൾ 21 സസ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ADM ജബൽപൂർ ജസ്റ്റിസ് HR ഖന്ന കേസിൽ എല്ലാവരുടെ ഒപ്പീനിയും അത് പാടില്ല എന്നായിരുന്നു. പക്ഷേ എല്ലാവരുടെ ഒപ്പീനിയും അത് 21 നമുക്ക് അത് സസ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ വന്നപ്പോൾ എല്ലാവരുടെ ഒപ്പീനിയനും മറിച്ചുകൊണ്ട് ജസ്റ്റിസ് HR ഖന്ന പറഞ്ഞു അതെ നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം കൊണ്ടുവന്നതാണ് പൊളിറ്റിക്കൽ ഡിസെൻറ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഈ ഒരു വാർത്തയിൽ നിന്നും വന്നിട്ടുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് സോഷ്യൽ ഡിസെൻറ്റ് നമ്മുടെ ലൈക്ക് സോഷ്യൽ നോംസ്, നമ്മുടെ കൾച്ചർ പരമായ സംസ്കാരം, നമ്മുടെ കുറച്ച് ട്രഡീഷണലും നമ്മുടെ സംസ്കാരങ്ങൾ നിൽക്കുന്ന പല കാര്യങ്ങളും അതിൽ വരുന്ന ഡിസഗ്രിമെൻ്റ് എന്ത് സോഷ്യൽ ഡിസെൻറ്റ്.
അതിൽ പറഞ്ഞിരിക്കുന്നത് ഷയാറ ബാനു, ജസ്റ്റിസ് JS കേക്കർ ആൻഡ് അബ്ദുൽ നസീർ ഡിസെൻഡൻ്റാണ് ട്രിപ്പിൾ തലാഖിൻ്റെ കേസ് വരുന്നത്. ട്രിപ്പിൾ തലാഖ് എന്ന് പറയുന്നത് ഒരിടയ്ക്ക് വളരെ വളരെ പ്രിവലൻ്റ് ആയിട്ട് നിന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇൻറ്റഗ്രൽ ടു സുന്നി പേഴ്സണൽ ലോ ബിയോണ്ട് ജുഡീഷ്യൽ ഇൻ്റർഫെൻസ്. അപ്പോൾ ഈ ഒരു സോഷ്യൽ ഡിസെൻറ്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ തലാഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് എന്താണ് അത് നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്ന കേസാണ്. ആൻഡ് ഇൻ്റലക്ച്വൽ ഡിസെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ എന്തെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ഐഡിയ, നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് നമുക്കൊരു ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനത്തെ ഒരു മാറ്റമില്ലാണ്ട് ചേഞ്ച് ഇല്ലാണ്ട്, അല്ലെങ്കിൽ സ്റ്റാറ്റസ് കോ എന്ന് പറയാറുണ്ട് പൊളിറ്റിയിൽ. സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നത് ചേഞ്ച് ഇല്ലാണ്ട് പോകുന്ന കാര്യങ്ങളാണ്. ആ ചേഞ്ച് ഇല്ലാണ്ട് പോകുന്ന പല കാര്യങ്ങളും നമുക്ക് എന്താവും, എതിർപ്പുണ്ടാകും. അതിൽ വരുന്നതാണ് എന്ത്, ഇൻ്റലക്ച്വൽ ഡിസെൻറ്റ് എന്ന് പറയുന്നത്. അതിന് ലളിത പ്രസാദ് വൈസ്, ജസ്റ്റിസ് BV Nagardana dissented against 8 other judges, arguing that industrial alcohol is not intoxicating liquor under the 7th schedule, hence not taxable by state. 7th schedule അനുസരിച്ചിട്ട് എന്താണ്, ഈ ഒരു ഇൻടോക്സിക്കേറ്റിംഗ് ലിക്കറിനകത്ത് ആൽക്കഹോൾ, ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ വരുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പം നമുക്കറിയാം, ആൽക്കഹോൾ എന്ന് പറഞ്ഞൊരു ഇൻടോക്സിക്കേറ്റിംഗ് ലിക്കറാണ്. അപ്പോൾ അതിൽ വരുന്നില്ല എന്നൊരു കേസായിരുന്നു ഇത്. അപ്പോൾ ഈ 3 ഡിസെൻറ്റും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഈ ഒരു നമുക്കറിയാം ചെറിയ ഒരു വാർത്ത, പക്ഷെ അതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒരു കൃത്യമായ ചിട്ടയായിട്ട് നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കുറേ ഫാക്ട്സും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും കറണ്ട് അഫയേഴ്സിൻ്റെ മാത്രം മാർക്ക് കൊണ്ടും നമുക്ക് ചില എക്സാംസൊക്കെ പാസ്സാവാൻ കഴിയുന്നതാണ്. അടുത്ത അവസാനത്തെ വാർത്ത, ടൈഗർ റിലീസ്ഡ് ബാക്ക് ഇൻ ടു ഒഡീഷ സിംലിപാൽ റിസർവ്. ഇതെന്ന് പറയുന്നത് നിങ്ങൾ നോക്കും, എന്താണ് ഒരു ടൈഗറിനെ റിലീസ് ചെയ്ത് എന്താ നമുക്ക് പഠിക്കാനുള്ളത് ഉണ്ട്. ഒന്ന് പഠിക്കേണ്ടത് ഏതാണ് ഈ ടൈഗർ, 2 ഈ സിംലിപാൽ ടൈഗർ റിസർവിൻ്റെ പ്രത്യേകത എന്താണ്, ഇതിൽ പറഞ്ഞിരിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വെറുതെ വായിച്ചു വിടുന്നതിനെക്കാട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളതും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് നോക്കാം. സീനത്ത് എന്ന് പറയുന്ന 3 വയസ്സ് പ്രായമുള്ള ഒരു ടൈഗർ, ഒരു കടുവ, കുറേ നാളായിട്ട് ഈ 3 സ്റ്റേറ്റ്സിലായിട്ടൊക്കെ ഇങ്ങനെ റോം ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു, കറങ്ങി നടക്കുന്നു നമുക്ക് പറയാം. കാരണം അവർ നമുക്ക് എന്താണ്, അത് റോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാടുകളിൽ. ആ കടുവയെ നമ്മൾ ആക്ച്വലി ഒഡീഷയിലെ സിംലിപാൽ ടൈഗർ റിസർവറിൽ എന്താണ് അവിടെ കൊണ്ട് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില കാരണങ്ങൾ പറയുന്നുണ്ട്, ഒരു സോഫ്റ്റ് എൻക്ലോഷറിലേക്ക് മാറ്റുകയാണ്. കുറച്ചും കൂടി ഒന്ന് എന്താണ് ആ ഒരു മറ്റ് സിംലിപാൽ ടൈഗേഴ്സിൻ്റെ ഇടയിൽ നിന്ന് തന്നെ മാറ്റി കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ മാറ്റുന്നുണ്ട്. അതിനകത്ത് ഈ വാർത്തയിൽ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ന്യൂ ഇയർ തുടങ്ങുമ്പോൾ ഈ ഒരു കടുവയ്ക്ക് ഒരു പുതിയൊരു ലൈഫ് ബിഗിൻ ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ സിംലിപാൽ ടൈഗർ റിസർവിലെ അവരുടെ ജെനറ്റിക് ഡൈവേഴ്സിറ്റി എൻഹാൻസ് ചെയ്യാനാണ്. കാരണം അവിടുത്തെ ടൈഗേഴ്സിന് സ്യൂഡോ മെലനിസം എന്ന് പറയുന്ന ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ട്. എന്തെന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൻ്റെ പുറത്ത് ഈ കറുത്ത വരകൾ, കറുത്ത സ്ട്രൈപ്സ്, ബ്ലാക്ക് സ്ട്രൈപ്സ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നമുക്ക് പുറമേ കാണുമ്പോൾ ഭയങ്കര ബ്ലാക്കിഷ് ആയിട്ട് തോന്നും, ഭയങ്കര ബ്ലാക്കിഷ് ആയിട്ട് ഭയങ്കര ഷാഡോയി ആയിട്ട് നമുക്ക് ഈ ടൈഗറിനെ തോന്നും. അത് അവിടെ സിംലിപാൽ ടൈഗർ റിസർവിലുള്ള ടൈഗേഴ്സിൻ്റെ പ്രത്യേകതയാണ്. പക്ഷെ അതൊന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് വ്യത്യാസം ഈ സീനത്ത് എന്ന ടൈഗറിനുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വന്നത്. അപ്പോൾ ആ ഒരു സിംലിപാൽ ടൈഗർ റിസർവിൻ്റെ ആ ഒരു ജെനറ്റിക് ഡൈവേഴ്സിറ്റി അത് പ്രൊട്ടക്റ്റ് ചെയ്യാനും പുറമെ ഈ ഒരു ടൈഗറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയാണ് അവർ ഈ ഒരു തീരുമാനം എടുത്തത്. കാരണം അവിടെ നിന്ന് ഈ ടൈഗറിനെ ഒരു സോഫ്റ്റ് എൻക്ലോഷർ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കുറച്ചുകൂടി വിശാലമായിട്ട് അതിൻ്റേതായ രീതിയിൽ അതിന് ജീവിക്കാനായിട്ട് രീതിയിൽ മാറ്റുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഈ ഒരു ടൈഗറിന് ഇങ്ങനെ മാറ്റാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇന്ത്യസ് ടൈഗർ കൺസർവേഷൻ എഫേർട്സിൻ്റെ ഭാഗവും കൂടിയാണ്. ഓക്കെ, ഇൻ ഓർഡർ ടു എന്താണ് ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ചലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ സ്യൂഡോ മെനലിസം പഠിക്കുന്നതിന് മുന്നേ നമുക്ക് സിംലിപാൽ ടൈഗർ റിസർവ് എന്താണെന്ന് നോക്കാം. ഇത് മയൂർഭഞ്ച് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റാണ് ഒഡീഷയിൽ. ഇവിടെ ടൈഗേഴ്സ് ഉണ്ട്, എലിഫൻസ് ഉണ്ട്, ലെപ്പേർഡ് ഉണ്ട്, വൈൽഡ് ബോസ് ഉണ്ട്, റെയർ ഓർക്കിഡ്സ് ഉണ്ട്, ഫ്ലോറ ആൻഡ് ഫോണ, അതായത് എന്താണ് ചെടികൾ, സസ്യങ്ങളല്ലാണ്ട്
പക്ഷി മൃഗാദികളും അവിടെ ഉണ്ടാവും. ഇവിടെ സ്യൂഡോ മെലനിസ്റ്റിക് ടൈഗേഴ്സ് ആണ് ഏറ്റവും കൂടുതലും കാണപ്പെടുന്നത്. അപ്പോൾ എന്താണ് സ്യൂഡോ മെലനിസ്റ്റിക്? That are rare variation of Royal Bengal tigers characterized by excessive and irregular black stripes that appear to merge, giving them a darker or shadowy appearance. അവരുടെ പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ബ്ലാക്ക് സ്ട്രൈപ്സ് ഇറഗുലർ ആയിട്ട് ഇങ്ങനെ വരുന്നത് കാരണം അവരെ കുറച്ച് ഡാർക്കറായിട്ട് ഭയങ്കര ബ്ലാക്കിഷ് ആയിട്ടോ ഷാഡോയി ആയിട്ടോ കാണപ്പെടുന്നതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ വാർത്ത പഠിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് 2-3 കാര്യങ്ങൾ ഇതിന് പഠിക്കാനുണ്ട്. ഒന്ന്, സിംലിപാൽ ടൈഗർ റിസർവിൻ്റെ പ്രത്യേകത. 2, എന്താണ് സ്യൂഡോ മെലനിസ്റ്റിക് ടൈഗേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരാറുണ്ട്. നമ്മൾ വെറുതെ വായിച്ചു വിടുന്ന നിസ്സാരമായ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ആനുകാലിക കാര്യങ്ങളിൽ നിന്ന് വളരെ വലിയ ചോദ്യങ്ങൾ വരുന്നത് സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. അതിനെ ബന്ധപ്പെട്ട് ഞാൻ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ലൈക്ക് സിവിൽ സർവീസ് ആയിക്കോട്ടെ, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, ഈ ഒരു വാർത്തയിൽ നിന്ന് ഇങ്ങനത്തെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ 2 ക്വസ്റ്റ്യൻസിന് പുറമേ തന്നെ നിങ്ങൾക്കും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ കഴിയും. ഈ 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കൃത്യമായിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ പേര് ഏത് ക്വസ്റ്റ്യൻ ആണോ ആൻസർ ചെയ്ത് നമുക്ക് നോക്കാം. ഇനിയും വരുന്ന വീക്ക്ലി ന്യൂസിൽ നമ്മൾ ഇനിയും ഒട്ടേറെ ചോദ്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും തന്നെ ക്വസ്റ്റ്യൻസ് നോക്കുക. 2 ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. What type of dissent is exemplified by Justice B.V. Nagardhana's opinions in the Lalita Prasad Vaishya case? Political dissent, social dissent, intellectual dissent and religious dissent. 2, what is a key characteristic of pseudo-melanistic tigers? ഈ 2ൻ്റെ ചോദ്യം കൃത്യമായി നിങ്ങൾ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളുടെ ഒരു അനാലിസിസ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതുവർഷത്തിൽ, ഈ 2025 പുതുവർഷത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ ജോലി ലഭിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾ മനസ്സ് നിറഞ്ഞ് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ബി ഹാപ്പി ആൻഡ് ബി പോസിറ്റീവ് ആൻഡ് താങ്ക് യു ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ.